വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകിയെന്ന് കേട്ടപ്പോൾ വാസ്തവത്തിൽ വിശ്വസിക്കാനായില്ല. ശ്രീനാരായണ സൂക്തങ്ങൾക്ക് എതിരായി വർഗീയ ചിന്ത ജനങ്ങൾ വളർത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എങ്ങനെ ഈ അവാർഡിന് അർഹനായി എന്നുള്ളതാണ് ചോദ്യം. പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ പത്മ പുരസ്കാരം നൽകിയവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. 124 പരം കേസുകൾ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുണ്ട്. അതിൽ 21 കേസ് കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. ക്രിമിനലായ കുറ്റവാളിയായ ഒരു വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ഞെട്ടലോടുകൂടിയാണ് കാണുന്നത്. നമസ്കാരം. SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചതിന് പിന്നാലെ അദ്ദേഹം എയറിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പറയാനുള്ള കാരണം ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവന തന്നെയാണ്. എന്തായാലും പത്മഭൂഷണെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അവഹേളിച്ചുകൊണ്ടുമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതിങ്ങനെയായിരുന്നു: കാശ് കൊടുത്താൽ കിട്ടാവുന്ന സാമാനമായിട്ട് മാറിയില്ലേ എന്നാണ് പത്മഭൂഷണെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കേണ്ടതായിരുന്നോ എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനും കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ശ്രീ RS ശശികുമാർ. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മ പുരസ്കാരങ്ങൾ. തീർച്ചയായിട്ടും ഇതേവരെ അർഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകിയെന്ന് കേട്ടപ്പോൾ വാസ്തവത്തിൽ വിശ്വസിക്കാനായില്ല. എല്ലാവരും അതൊരു ട്രോളായിട്ടാണ് കരുതിയിരുന്നത്. അക്ഷരാർത്ഥത്തിൽ എന്ത് സന്ദേശമാണ് വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം നൽകുന്നതിലൂടെ നമ്മുടെ സർക്കാർ നൽകുന്നത്? നമ്മുടെ സർക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ ഡിസർവിങ് ആയിട്ടുള്ള ആ നാട്ടുചികിത്സക്കാരിയായ ലക്ഷ്മിക്കുട്ടി, നമ്മുടെ തന്നെ തിരുവനന്തപുരം നാട്ടുകാരനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ഗാന്ധിയൻ ഗോവിന്ദനാഥ് നായർ സാറിനെല്ലാം കൊടുത്തപ്പോൾ നമ്മൾ സർക്കാരിനെ പ്രകീർത്തിച്ചു. വളരെ യുക്തമായ തീരുമാനം. ആ ഗവൺമെൻറ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ശ്രീനാരായണ സൂക്തങ്ങൾക്ക് എതിരായി വർഗീയ ചിന്ത ജനങ്ങൾ വളർത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എങ്ങനെ ഈ അവാർഡിന് അർഹനായി എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന്, ഇദ്ദേഹം ഈ ബഹുമതി ആഗ്രഹിച്ചിരുന്നിരിക്കാം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ പത്മ പുരസ്കാരം നൽകിയവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മൈക്രോ ഫൈനാൻസ് കേസിൽപ്പെട്ട് കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മൈക്രോ ഫൈനാൻസ് പദ്ധതിയിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക്, ദരിദ്രരേക്ക് താഴെയുള്ളവർക്ക് കൊടുക്കേണ്ട വായ്പത്തുക തട്ടിയെടുത്തു. 124 പരം കേസുകൾ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുണ്ട്. അതിൽ 21 കേസ് കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. കുറ്റപത്രം അടിയന്തരമായിട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി അടുത്ത ദിവസങ്ങൾ ഉത്തരവിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് ഇതുവരെ നീട്ടിക്കൊണ്ടുപോയത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, ക്രിമിനലായ കുറ്റവാളിയായ ഒരു വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ഞെട്ടലോടുകൂടിയാണ് കാണുന്നത്. മറ്റൊന്ന്, അതോടൊപ്പം തന്നെ പുരസ്കാരം നൽകിയിരിക്കുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കൊടുത്തു. തീർച്ചയായിട്ടും 100% അദ്ദേഹം അർഹനാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താ? ഇവിടെ അഴിമതിക്കെതിരായിട്ട് സംസാരിച്ച ഈ വെള്ളാപ്പള്ളിക്കെതിരായി കേസ് കൊടുത്തത് മരണപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനായിരുന്നു. ഇവിടെ എന്താ? വാദിക്കും പ്രതിക്കും കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ജയിലിലാകുമായിരുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.
ഇന്ന് അദ്ദേഹത്തിൻ്റെ അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ CPM എന്ന് പറയുന്ന പാർട്ടി മുൻകാലങ്ങൾ ഇങ്ങനെയുള്ള ഓണറുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. EM ശങ്കരനും ഭൂരിപ്പാടും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ജ്യോതി ബാസു ഉൾപ്പെടെയുള്ളവർ മുമ്പ് പത്മ പുരസ്കാരം ഇപ്പോൾ നിരസിച്ചവരാണ്. പക്ഷേ എന്തായാലും അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിരസിക്കുമായിരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് കുടുംബവും പാർട്ടി സെക്രട്ടറി പ്രകാശും പറഞ്ഞിരിക്കുകയാണ്. അതുതന്നെ എന്തിനു വേണ്ടിയെന്ന് ഞാൻ കരുതുന്നു വെച്ചാൽ വരും കാലങ്ങളിൽ ചിലപ്പോൾ ഭാരതരത്ന ചില മുൻ മുഖ്യമന്ത്രിമാർ കൊടുക്കുന്നതിൻ്റെ തുടക്കമാണോ എന്ന് വരെ സംശയമുണ്ട്. അതിനുവേണ്ടിയാണോ CPM ഇപ്പോൾ ക്ലീൻ ചിറ്റ് അച്യുതാനന്ദന് മരണാനന്തരമുള്ള ഈ ബഹുമതി സ്വീകരിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഡിസർവിങ് ആണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചിന്തയില്ലായിരുന്നുവെങ്കിൽ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ഇതേ രീതിയിൽ മരണാനന്തരം ഈ ബഹുമതി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ബഹുമതി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ബഹുമതി കൊടുക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയിലും ഇദ്ദേഹത്തിന് ഓണററി ഡീലിറ്റ് കൊടുക്കുവാനുള്ള നിർദ്ദേശം വന്നു. വളരെ ശക്തമായ എതിർപ്പുണ്ടായി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബഹുമതി വാങ്ങാനായിട്ട് ഓടി നടക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് എതിർക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളേജുകൾ ഉള്ളത് SN മാനേജ്മെൻറ്റും NSS മാനേജ്മെൻറ്റുമാണ്. അപ്പോൾ NSS മാനേജ്മെൻറ്റ് എല്ലാ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിയമന സമയത്ത് ഡൊണേഷൻ വാങ്ങാറുണ്ട്. NSS മാത്രമല്ല എല്ലാവരും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം മാനേജ്മെൻറ്റ് വാങ്ങി. അതിലൂടെയാണ് കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. അതിനെല്ലാം രസീത് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുക ഡൊണേഷൻ എന്ന രീതിയിൽ കൈപ്പറ്റുകയും രസീത് കൊടുക്കാതിരിക്കുന്ന ഒരേ ഒരു സ്ഥാപനം വെള്ളാപ്പള്ളി നടേശൻ്റെയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടും ആണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ 0 ആയതുകൊണ്ടാണ് യാതൊരു കാരണവശാലും ഇദ്ദേഹത്തിന് ഡീലിറ്റ് ബിരുദം നൽകാൻ പാടില്ല എന്നൊരു തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും അത് കാലിക്കറ്റ് സർവകലാശാല ഉൾക്കൊണ്ടു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരത്തിലുള്ള ക്രമക്കേട് കാണിക്കുന്ന, നാട്ടിൽ വർഗീയ വിഷം ചീറ്റുന്ന ഒരു വ്യക്തിക്ക്, ഇത്തരം ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു വ്യക്തിക്ക് പത്മ പുരസ്കാരം നൽകുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. നിശ്ചയമായും അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എന്താ, ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ, പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിൽ കോടതിയിൽ കേസുള്ളവന് തടസ്സമുണ്ട്, പത്മ പുരസ്കാരത്തിന് തടസ്സമില്ലേ? അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് വളരെ സശ്രദ്ധം ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പത്മ പുരസ്കാരത്തെ പരസ്യമായി അവഹേളിച്ച 124 പരം ക്രിമിനൽ കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണം, ആ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. നിശ്ചയമായും ഈ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന അടുത്ത വർഷം കേരളത്തിൻ്റെ ഒരു കേരള ജ്യോതി എന്ന് പറയുന്ന ഒരു പുരസ്കാരമുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ വർഷം കൊടുത്തത് ഏറ്റവും വലിയ എഴുത്തുകാരനായ ശ്രീ T. പത്മനാഭനാണ്. ആ പുരസ്കാരം വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു, സരസ്വതി വിളയാടുന്ന നാവാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ എന്നാണ്. അപ്പോൾ സരസ്വതി വിളയാടുന്ന നാവുള്ള ആ സാഹിത്യകാരനുമേ പത്മനാഭൻ കഴിഞ്ഞാൽ അടുത്ത കേരള ജ്യോതി വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുന്നതിന് സർക്കാരിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഒന്നുകൂടി ആലോചിക്കണം. ഈ ഈ സ്ഥാനം വെള്ളാപ്പള്ളി നടേശനോടുത്ത് പിൻവലിച്ചുകൊണ്ട് ഇതേവരെ പത്മ പുരസ്കാരങ്ങൾ നൽകിയിട്ടുള്ളവരോട് ആദരവ് കാട്ടാൻ തയ്യാറാവുകയാണ് വേണ്ടത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന് എന്തിനാണ് പത്മഭൂഷൺ നൽകിയത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് ഈയൊരു പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് നൽകിയത് പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ശ്രീ RS ശശികുമാർ പരാതി നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.